നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ ജോർജ് ഉമ്മൻ സാറിനെയാണ്. അദ്ദേഹം ഒരു പ്രവാസിയാണ്. 50 വർഷം വിദേശത്ത് പൂർത്തിയാക്കി. ഈ ജൂലൈ 24-ാം തീയതി അദ്ദേഹം വിദേശത്ത് പോയിട്ട് 50 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഈ സാഹിത്യകാരന്മാർ, സാഹിത്യ നിരൂപകരാരോ മുമ്പ് പറഞ്ഞ ഒരു കാര്യം എവിടെയോ വായിച്ച ഓർമ്മയിലുണ്ട്. അതായത് നമ്മുടെ സാഹിത്യകാരന്മാർ നല്ലൊരു വിഭാഗം ഒരു സമയത്ത് ഡൽഹിയിലായിരുന്നു. മാധവിക്കുട്ടിയായാലും എം പി നാരായണപിള്ള ആയാലും ബോംബെയിലും ഡൽഹിയിലുമൊക്കെ ആയിട്ടാണ് കാക്കനാടൻ, അതുപോലെ VKN, മുകുന്ദൻ, വിജയൻ, ഇവരെല്ലാം ആ ഒരു മേഖലയിൽ താമസിച്ചിരുന്ന സമയത്ത് അവരുടെ മനസ്സിൽ കൂടുതൽ കേരളമായിരുന്നു. അവരുടെ എഴുത്തിൽ കേരളീയത കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടത്. ഇവിടെയുള്ള ആളുകൾക്ക് പുറത്ത് ഉള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തയും അവർക്ക് കേരളത്തെക്കുറിച്ച് കൂടുതൽ ചിന്തയും ഉണ്ടായിരുന്നു എന്ന് ഏതോ ഒരു നിരൂപകൻ അഭിപ്രായപ്പെട്ടത് ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സിലെ കേരളീയത കാണാനായിട്ട് ഉള്ള ഏറ്റവും നല്ല ഒരു അവസരമാണിത്. ഇവിടെ ഒരു 45 സെൻറ്റിൽ അദ്ദേഹം ഒരു വീട് വെച്ചിരിക്കുന്നതിൽ തികച്ചും കേരളീയമായ ഒരു വാസ്തുശില്പ ശൈലി, അതുകൂടാതെ നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു കാര്യം, കാരണം ഈ പുതിയ വീടുകളിലെല്ലാം തന്നെ നമ്മൾ മൊത്തം ടൈലിട്ട് വെള്ളം വഴിയിലേക്ക് ഒഴുക്കി കളയുക എന്നുള്ളതാണ്. ഇവിടെ ഈ 45 സെൻറ്റിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതിരിക്കുകയും പക്ഷിമൃഗാദികൾക്കും ശലഭങ്ങൾക്കും ഒക്കെ ആയിട്ട് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും 2 കിണറുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, കിണറിൽ നിന്നുള്ള വെള്ളം തന്നെ കുടിക്കുകയും, ഇങ്ങനെ കുറേ അധികം വ്യത്യസ്തമായ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. ഞാനിവിടെ വരാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ എല്ലാം പുറമെ അദ്ദേഹം ഇപ്പോൾ ഒരു മിയാവാക്കി മാതൃക വനം കൂടി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. സാർ ഇപ്പോൾ 50 വർഷം ദുബായിൽ പൂർത്തിയാക്കി അല്ലേ? 74 പോയി, ഇപ്പോൾ 2024 ജൂലൈ ആയപ്പോൾ 50 വർഷമായി. അപ്പോൾ അവിടെ ഒരു വലിയ സിറ്റിയുടെ നടുക്ക് വളരെ വേറൊരു വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറിൽ ജീവിച്ചിട്ട് ഇവിടെ ഇത് തനി കേരളീയമായിട്ടൊരു വീടും അതിൻ്റെ ഈ അന്തരീക്ഷവും, കാരണം വെച്ചാൽ ഇപ്പോൾ ഇത്രയും മരങ്ങൾ കാണണമെങ്കിൽ വേറെ ഒരിടത്തും ചെന്നാൽ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഞാൻ നടന്ന് കാണുമായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ എക്സോട്ടിക് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് ഉണ്ടെങ്കിലും കൂടുതലും സാറ് ഈ നാടൻ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോകണം. ഞാൻ ഒറിജിനലി ഫ്രം മാവേലിക്കര, ചെട്ടികുളങ്ങര എന്ന് പറയും. അറിയാം, ചെട്ടികുളങ്ങര അറിയാം. അപ്പം ഞങ്ങളുടെ ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ കൾച്ചർ അതിന് തന്നെ ഉണ്ടല്ലോ. വീടുകളും പിന്നെ അതിനോട് ചുറ്റുപാടും വയലുകളും ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ 3 കൃഷി ചെയ്യുന്ന ആ വയലുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴ്ചയുള്ളതല്ല. അപ്പം 2 നെൽകൃഷിയും പിന്നെ ഒരു എള്ള് കൃഷി, അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാർഷിക മേഖലയാണ്. പിന്നെ നാട്ടുമ്പുറത്താകുമ്പോൾ നമുക്ക് സ്ഥലമുണ്ട്. എല്ലാ ഫലവൃക്ഷങ്ങളും വെജിറ്റേഷനും എല്ലാം അന്നത്തെ കാലത്ത് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ബേസിക്കലി നമ്മൾ എന്താ പറയണേ, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുള്ളൂ. ബാക്കിയെല്ലാം സീസൺ അനുസരിച്ചിട്ട് നമുക്കവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിക്കുന്ന ഒരു കാർഷിക സമൂഹമുണ്ട് അവിടെ. പിന്നെ കൂടാണ്ട് പിന്നെ കുറച്ചുകൂടെ ഞങ്ങളുടെ പടിഞ്ഞാറ് വെസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ പുഞ്ചയുണ്ട്, പുഞ്ചപ്പാടം. അപ്പം അതും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടോട്ടലി കൃഷി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഗ്രീനറി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഇതിലേക്ക് പോകാൻ കാര്യം എന്താണ്? സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? ഈ ഗൾഫിലേക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മദ്രാസിൽ ഞാൻ ഒരു 3 വർഷം ഡിപ്ലോമ ചെയ്തിരുന്നു ഈ പ്രിൻറ്റിങ് ടെക്നോളജി. അതിന് ശേഷമാണ് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ജോലി ചെയ്ത സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി മദ്രാസിൽ വെച്ച്. അപ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മൂവ് ചെയ്യാൻ, അന്ന് ഞാനൊരു സെയിൽസിലായിരുന്നു, മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൾഫിലേക്ക് പോയത് അല്ല, അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ഒന്നുമില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നങ്ങ് പോയി. അപ്പോൾ പക്ഷേ പോയെങ്കിലും ഈ നാടിൻ്റെ ഒരു ഇത് മനസ്സിലായി. അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം കിട്ടിയ ജോലി എന്ന് പറയുമ്പോൾ ഓയിൽ ഫീൽഡിലായിരുന്നതുകൊണ്ട് എനിക്ക് 4.5 മാസം കൂടുമ്പോൾ 1.5 മാസം അവധി. മനസ്സിലായി. അപ്പം ഞാൻ ചെന്നിട്ട് ഒരു 6 മാസം തന്നെ ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെ ഒരു ആ ഫ്രീക്വൻസി കൂടുതൽ നമുക്ക് കിട്ടി. സാധാരണ ആൾ വരുന്നതിനേക്കാൾ കൂടുതൽ വരാൻ പറ്റും. അതെ. അല്ല, പക്ഷെ അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ മരവും ചെടിയും വെച്ച് പിടിപ്പിക്കാൻ ഒരു താല്പര്യം ഇല്ലില്ല. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഗൾഫിൽ ആ കാലത്ത്, ഇപ്പോഴത്തെ ഞാൻ പറയത്തില്ല, ഇപ്പം ഞങ്ങൾ ശരിക്കും താമസിക്കുന്നത് ഒരു വില്ലയിലാണ്. ഇതുപോലെ തന്നെ ഇതേ ഒരു കൺസെപ്റ്റിലാണ് അവിടെയും ജീവിക്കുന്നത്. അവിടെ ഇപ്പം പഴയ പോലെ ഒന്നുമല്ല, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഞാൻ അബുദാബിയിൽ ഒരു കാർഡ് വെച്ചാൽ അപ്പം ഗ്രീനറി അവിടെ ഒരു മസ്റ്റുമാണ്. അത് ഏത് ഡെവലപ്മെൻറ്റും ഗ്രീനറി ഇല്ലാത്ത ഒരു ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ അവിടെ ഇല്ല. ചെടികൾ വെക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടെന്നോ? നമ്മളിപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് ദുബായ് ചെടി വെക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ എന്തോ അതിനൊരു ബാൻ ഉണ്ട്. അവിടെ ഉണ്ട്, ചില ചെടിക്കുണ്ട്. അതായത് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ചെടി, ഞാൻ പേര് മറന്നുപോയി,
അത് കണ്ടമാനം ഇതിൻ്റെ വേര് പോയിട്ട് ഈ നമ്മുടെ വീടുകളിൽ മതിലിനുമൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ വാട്ടർ ലൈനിന് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ മരം അവർ ഇപ്പം പാടില്ല എന്ന് നിർബന്ധമാക്കി. ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഹൈവേ പലയിടത്തും വെക്കുന്നത് അവിടെ നിരോധിച്ച ഒരു മരമാണ്. അത് തന്നെ ആയിരിക്കും, ഒരു ചെറിയ ഇലയുള്ള ചെറിയുള്ള അത് തന്നെ സെയിം. അങ്ങനെ ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ അവിടെ വരുന്ന ചെടികളിൽ നിന്ന് നമ്മൾ നഴ്സറി പോയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനവിടെ അവർ അലവ് ചെയ്തിരിക്കുന്ന മരങ്ങളെ അവിടെ കൊണ്ടുവരാനൊക്കത്തുള്ളൂ. ഞാൻ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നഴ്സറി പോയി വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, കുറെ പ്രൈവറ്റ് നഴ്സറികളും ഉള്ള നല്ല നഴ്സറി അവിടെ അതെ ഒത്തിരി ഉണ്ട്. അവിടെ വർസാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഞങ്ങൾ അതിനടുത്ത്, ആക്ച്വലി വലിയ ദൂരമില്ല. അവിടെ കുറേ നഴ്സറി ഉണ്ട്. ഏത് ഇത് നമ്മുടെ ഇവിടെ വളരുന്ന ഈ സെമി ആരിഡായിട്ട് വളരുന്ന ചെടികളെല്ലാം അവിടെയും കണ്ടിട്ടുണ്ട്. അപ്പം അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അന്നത്തെ കാലത്ത് ഞാൻ പോകുന്ന കാലവും കുറേ വർഷങ്ങളും ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം നാച്ചുറലി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഈ പച്ചപ്പും ആ ഫീലും സന്തോഷം ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മദ്രാസിൽ പോയിട്ട് വരുമ്പോഴും എനിക്കതേ ഫീലിംഗ് ആയിരുന്നു. ട്രെയിനിൽ വരുമ്പോഴും നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞ് പാലക്കാട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ഞാൻ പണ്ട് ആ സമയത്ത് സ്ഥിരമായിട്ട് ഈ ട്രെയിനിൽ വന്നിട്ട് ഡൽഹിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ വാതൊക്കെ പിടിച്ച് വെളിയിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. സെയിം തിങ് ഐ യൂസ്ഡ് ടു ഡു ദാറ്റ്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള ഒരു ഇത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇത് സെറ്റപ്പ് വന്നപ്പോൾ ഇങ്ങനെ ഇച്ചിരി സ്ഥലം കൂടെ എക്സ്ട്രാ എടുത്തിട്ട്. സാർ ഒരു ബിസിനസ് ചെയ്യുന്ന ആളല്ലേ, പക്ഷെ ഇതിനകത്തൊരു ബിസിനസ്സേ ഇല്ല. കാരണം വെച്ചാൽ ഇത്രയും സ്ഥലം ഒരാൾ വീടിന് വേണ്ടി ഡെവോട്ട് ചെയ്യാൻ ഒരു ബിസിനസ് മൈൻഡ് ഒരു 1% പോലും ഉണ്ടെങ്കിൽ ഇത്രയും വിലയുള്ള ഒരു പ്രോപ്പർട്ടി ഇതിനു വേണ്ടി മാറ്റി വെക്കുക, മരം നടാനും ഇതിനു വേണ്ടി അങ്ങനെ ഒരു മൈൻഡ് ഇല്ല നമുക്ക് ഇവിടെ വരുമ്പം പച്ചപ്പൊക്കെ ഉണ്ട് ഇരിക്കണം. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, 2 കിണർ നന്നായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സാധാരണ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ മഴ പെയ്യുമ്പോഴത്തെ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുക്കി ഇവിടെ അകത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറമ്പിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇതിപ്പോൾ 45 സെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 ലക്ഷം ലിറ്റർ വെള്ളം വരാണ്ട് ഇവിടെ വീഴുന്നുണ്ട്. 50 അല്ല 60 അടുപ്പിച്ച് വരും ഇവിടെ. അത്രയും വെള്ളം ഇവിടെ താഴുന്നുണ്ട്. ഈ കിണറ്റിൽ രണ്ടും ധാരാളമായിട്ട് വെള്ളമുണ്ട്. ഈ വെള്ളം തന്നെയാണ് സാർ കുടിക്കുന്നത് തന്നെ. കാരണം അടുത്ത ഒരു 10-20 വർഷത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം ഇല്ല. കോർപ്പറേഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. കണക്ഷൻ ഉണ്ട്, നെയിംസേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം തന്നെയാണ് 105 ദിവസം കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നല്ല ഉണക്കുള്ള സമയം, ഏപ്രിൽ മെയ് സമയങ്ങളിൽ നമുക്ക് വെള്ളമുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ആ കണക്ഷൻ റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും ഗ്രീനറി വെച്ച് കഴിഞ്ഞിട്ട് സാർ പിന്നെ ഈ ഒരു മിയാവാക്കി ഫോറസ്റ്റിന് വേണ്ടി ഇത്രയും സ്ഥലം മാറ്റി വെക്കാനുള്ള അത് മിയാവാക്കി ഫോറസ്റ്റിനെ പറ്റിയുള്ളത് ഐഡിയ എൻ്റെ മനസ്സിൽ വന്നത് തന്നെ സാറിൻ്റെ ചാനലുണ്ട്. പിന്നെ അത് കണ്ടപ്പോഴാണ് എനിക്ക് അതിനോടുള്ള ഒരു അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നത്. കാര്യം വെച്ചാൽ കുറച്ച് സ്ഥലത്ത് നമുക്ക് കുറച്ച് മരങ്ങൾ വെക്കാമെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് തന്നെയല്ല എല്ലാ വെറൈറ്റി. അപ്പം നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് നാച്ചുറൽ തിങ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചിലതൊക്കെ വാങ്ങിച്ചു വെച്ചു, ചിലതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ മെയിനായിട്ട് പറഞ്ഞ പോലെ പ്ലാവ്, മാവ്, പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ കുറേ ഈ പറഞ്ഞ റംബൂട്ടാൻ ഇതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അല്ല, ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. സാധാരണയിൽ ആളുകളൊരു പ്ലോട്ട് വാങ്ങിച്ച് കഴിയുമ്പോൾ ആ പ്ലോട്ടിനെ മൊത്തം ഒരു ലെവലാക്കാനായിട്ട് നോക്കും. സാർ അങ്ങനെ ചെയ്തിട്ടില്ല. ആ വീട് താമ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പൊങ്ങി അല്ലെ അതിനടുത്ത് അതിൽ താമസിക്കുന്നു. അപ്പോൾ വെള്ളം നാച്ചുറലായിട്ട് തന്നെ ഒഴുകി. അത് ഈവൻ ആ ബാക്കിലെ പ്ലോട്ട് തന്നെ അതൊരു സ്ലോപ്പാണ്. അപ്പോൾ ഇത് മേൽവശം കണ്ടില്ലേ, മേൽവശം എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്ന സ്ഥലം ഇതിൻ്റെ ഒരു ചെറിയൊരു കുന്നിൻ്റെ ചരിവാണത്. അപ്പം ഞാൻ കുന്നിൻ്റെ ഒരു സ്റ്റേജ് ചരിവിലാണ് നിൽക്കുന്നത്. അത് ഏറ്റവും ലാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ല, അപ്പോഴത്തെ ഇത് കാണുമ്പോൾ അറിയില്ല പാടമാണ്. അപ്പം ഞാൻ അവിടെ കഴിഞ്ഞാൽ ഒരു 4 തട്ടായിട്ട് അത് ഡിവൈഡ് ചെയ്തു അതിൻ്റെ സ്ലോപ്പ് അനുസരിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെറിയ പിച്ചിങ് പോലെ കെട്ടിയാണ് അത് നിർത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു 2 ലെവലിലാണ് നമ്മളിപ്പം മിയാവാക്കി വെച്ചത്. 2 ലെവൽ എന്ന് പറഞ്ഞാൽ 10 ലെവലാക്കിയാണ് ചെയ്തത്. അല്ല, മൊത്തം പറമ്പെടുത്ത് കഴിഞ്ഞാൽ 3-4 ലെവൽ കൂടുതൽ വരുന്നുണ്ട് പലയിടത്തും. അപ്പോൾ ഞാൻ അതുപോലെ അങ്ങ് റീറ്റെയിൻ ചെയ്തു. ചെരുവ് കംപ്ലീറ്റ് അകത്തോട്ടാണ്. കാരണം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ കാണുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഈ ടൈലിട്ടിട്ട് വെള്ളം മുഴുവൻ വഴിയിലോട്ട് പോകുന്നു. നമുക്കിത് ഉള്ളിൽ തന്നെ നിൽക്കുന്നതൊക്കെ അതൊരു വലിയൊരു. എന്നോട് എൻ്റെ കെയർടേക്കർ പറയുകയും ചെയ്തു, ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മുഴുവൻ അധികം പുറത്തേക്ക് വരുന്നില്ല. മിയാവാക്കി വെച്ച് ഇത്തരം 100-400-600 ചെടിയോ മറ്റോ അത് ആ വെള്ളം അബ്സോർബ് ചെയ്യുന്ന നല്ലപോലെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ കിണറ്റിലാണെങ്കിലും വെള്ളം കൂടി പഴയതിനെക്കാട്ടിൽ. ഇപ്പം മഴ പെയ്യുമ്പോൾ പൊതുവെ കൂടും, എന്നാലും നോർമലി കൂടുന്നതിനെക്കാട്ടി കൂടിയിട്ടുണ്ട്. കൂടും. കാരണം വെച്ചാൽ ഈ ഒന്ന് ഗ്രൗണ്ട് വാട്ടർ സീപ്പേജ് കൂടും. ഈ കാരണം നമ്മൾ ആ മണ്ണിലിട്ടിരിക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽ എല്ലാം വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ്.
രണ്ട് കുത്തിയൊലിച്ച് പോകാതെ പയ്യെ പയ്യെ താവട്ടിറങ്ങുക എന്നുള്ളൊരു സംഗതിയാണല്ലോ. അത് പറയുമ്പോഴത്തേക്ക് അതിനെയും കൂടും ഈ മരം വളരുന്നതനുസരിച്ച്. കാരണം ഈ 600 മരം വളരുമ്പോഴേക്ക് ഈ ഇല കണ്ടമാനം അതിനിടയ്ക്ക് കൊഴിഞ്ഞു വീഴും, ചില്ല വെട്ടിയിടും. അപ്പോൾ ആ മൾച്ചിങ് വരുമ്പോൾ വെള്ളം ഒരിക്കലും കുത്തിയൊലിക്കുക. അങ്ങനെ ഇതുണ്ട്. അല്ല ഇതിനു വേണ്ടി, കാരണം വെച്ചാൽ ഇത്രയും മരമുള്ള ഒരാൾ ഈ ഒരു മിയാവാക്കിക്ക് വേണ്ടി ഇത്രയും പൈസ ചിലവാക്കി അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ അതിലെ സാറിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വളരെ തീർച്ചയായും എനിക്കത് ഇൻട്രസ്റ്റ് തോന്നി തന്നെ ജയിച്ചാണ്. എനിക്ക് തോന്നി അത് അങ്ങനെ ഒരു അതന്നെ. നമ്മളിപ്പോൾ ഇവിടെ പക്ഷികൾ വരുന്ന തരത്തിൽ കുറേ പഴമുള്ള സാധനങ്ങൾ ഒരുപാട് ഉണ്ട്. പക്ഷികളുണ്ട്, ഇപ്പോൾ ആൾറെഡി ഇപ്പോഴുണ്ട്. എനിക്കറിയാം ഇനിയിപ്പോൾ ഈ മിയാവാക്കിയുടെ വലുതായി കഴിയുമ്പോൾ അത് കൂടും. ചാമ്പയും റംബുട്ടാനും ഒക്കെ ഉണ്ട്. അതെല്ലാം അതുങ്ങൾ അണ്ണാനുണ്ട്. അതെല്ലാം അതുങ്ങൾ അത് കഴിക്കുന്നത്. നമുക്കിത് രാവിലെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദവും വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം കൂടെ വന്നേച്ച് ഉണ്ടാക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്ന ഒരു സുഖമാണ് കാര്യം. പിന്നെ രണ്ടാമൊരു ഇത് വരുന്ന ഈ ടെമ്പറേച്ചർ പൊതുവെ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ചൂട് പൊതുവെ കുറവാണ് കമ്പയർഡ് മറ്റു ഇത് വെച്ച് നോക്കുമ്പോൾ. ഈ ഓപ്പൺനെസ് ഉള്ളതുകൊണ്ടും പിന്നെ എനിക്ക് വൈകുന്നേരം പ്രത്യേകിച്ച് ഈ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് വൈകിട്ട് വരില്ല അല്ലേ? ആ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം തന്നെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം വെയിൽ കാണും, പക്ഷെ എന്നാലും പെട്ടെന്ന് അതങ്ങ് കുറയും തിരിച്ച് ഈ മരമുള്ളതുകൊണ്ട്. സാറ് കേരളത്തിൽ സാറ് മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഭാഗത്ത് ചെറുപ്പകാലത്തിൽ ജീവിച്ച് ഒരു 10-30 വർഷം ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് 10-20 വർഷം കഴിഞ്ഞിട്ട് വിദേശത്ത് 19 വർഷം ചിലവാക്കി വീണ്ടും തിരിച്ചു നിൽക്കുക. അപ്പോൾ ഈ ഇടയ്ക്ക് സാർ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേക്കുറിച്ച് സാറിന് എങ്ങനെയാണ് തോന്നുന്നത്, ഈ പ്രകൃതിയുടെ മാറ്റം? അതെ, പ്രകൃതിയുടെ മാറ്റം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഈവൻ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മദറിൻ്റെ ജന്മസ്ഥലം കുട്ടനാട്, അതായത് മേപ്രാൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് സ്കൂൾ അവധി കിട്ടുമ്പോഴൊക്കെ ഞങ്ങളവിടെ പോയി നിൽക്കാറുണ്ട്, കുറേ ദിവസങ്ങളൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിരുന്ന അവിടുത്തെ എന്താ പറയുന്നത്, ആറ്, തോട്, ഒറ്റത്തടി പാലങ്ങൾ. സാറിന്റെ നാടിനെ അപേക്ഷിച്ച് പോകാൻ പറ്റിയ ചെറിയ കൈത്തോടുകൾ എന്ന് പറയുന്ന സാധനം അല്ലേ? പിന്നെ അവിടെ അതുപോലെ കൂടുതലും യാത്ര ചെയ്യാൻ അവിടെ ഇന്റേണലായിട്ട് യാത്ര ചെയ്യുന്ന എല്ലാം വള്ളത്തിലാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലൊക്കെ ഞങ്ങൾ പോകുന്നത് വള്ളത്തിൽ കയറിയാണ്. അപ്പം ഈ ആറിൻ്റെയും തോടിൻ്റെയും ഒക്കെ സൈഡിൽ ഇടി എന്ന് പറയാം ഞങ്ങൾ, ഇടിക്ക് നിൽക്കുന്നതെല്ലാം ഈ പറയുന്ന പോലെ പൂവരച്ച്, പിന്നെ കൈത, ഇങ്ങനെയുള്ള ഇതാണ് അതിൻ്റെ ഇടിക്ക് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ അടിയിലൊക്കെയാണ് പലരും കൊണ്ടുപോയി കൂടിട്ട് മീൻ പിടിക്കുന്നത്. ഈ പൂവരച്ചിൻ്റെ ഒക്കെ അടിയിലാണ് കൊണ്ട് ഈ ഇതൊക്കെ ചെയ്യുന്നത്. ഓതളം അവിടെ ധാരാളമായിട്ട് ഓതളമുണ്ട്, കുടംപുളി. പിന്നീട് അത് ആൾക്കാർ ഈ പിച്ചിങ് കെട്ടാൻ തുടങ്ങി, കരിങ്കല്ല് കെട്ടി. കാര്യം അവർക്കപ്പോൾ സ്ഥലം കുറെ കൂടെ ഈ പറഞ്ഞ കിട്ടുകയും ചെയ്യും അതിനായിട്ട്. അപ്പം അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പോയി കണ്ട ആ ഒരു എന്താ പറഞ്ഞ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു എൻവയറമെൻറ്റ് വളരെ വ്യത്യാസമായിപ്പോയി. ഒന്നാമത് അന്നത്തെ പോലെ അത്രയും നല്ല വെള്ളവും ആറ്റിലും തോട്ടിലൊന്നും ഇല്ല. വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്ന എല്ലാം ഒഴുക്ക് കുറഞ്ഞു. അപ്പം ടോട്ടലി നമുക്ക് കാണുമ്പോൾ തന്നെ അന്നും ഇതുമായിട്ട് വളരെ വ്യത്യാസം ഞാൻ ഈ കനാലുകളെല്ലാം തന്നെ പകുതിക്ക് വെച്ച് അടഞ്ഞു. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുന്നിൽ നിന്ന് ഒഴുകി കടലിലേക്ക് പോകുന്നുള്ളത്, ഇടയ്ക്ക് ചെറിയ ചെറിയ റോഡുകളും ചെറിയ കലുങ്കും. അതെ, ഇതെന്ന് പറഞ്ഞാൽ ആറും തോടും പാടങ്ങളുമാണ്. അപ്പം മൊത്തത്തിൽ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളമേ ഉള്ളു കാണാൻ, കടൽ പോലെ കിടക്കും, തുരുത്ത് പോലെ അവിടെ എവിടെയും വീടുകൾ. അപ്പം അന്ന് വള്ളത്തിൽ കൂടെ മാത്രമേ പറഞ്ഞു, ബസ്സുകളൊന്നും ഓടത്തില്ല. അപ്പോൾ പക്ഷേ നല്ല റിയൽ ബ്യൂട്ടി എന്ന് പറയാം. തകഴി എവിടെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരോ ഗസ്റ്റ് ചെന്നിട്ട് വൈകുന്നേരം ചെല്ലുമ്പോൾ, അത് ആ ഗസ്റ്റാണോ എഴുതിയതെന്ന് ഓർക്കുന്നില്ല. അതായത് വൈകുന്നേരം അവിടെ താമസിക്കുന്നു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ചുറ്റും കടൽ പോലെ വെള്ളമാണ്. അപ്പോൾ എന്താണെന്ന് തകഴി പറയുക, ഇതാണ് കുട്ടനാട് എന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം അതുപോലെ പോകും. അങ്ങനെ അപ്പോൾ ആ വെള്ളം കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ ഉപ്പുള്ള ഇതുപോലെ തിരിച്ച് അവിടുന്ന് കയറും. അപ്പോൾ ഒക്കെ ഒരു ശുദ്ധീകരണം, ഈ മാതിരി പ്രക്രിയകൾ മുഴുവൻ ഇപ്പം ഇല്ലാതായി. അതിൻ്റെയാണ് അതാണ്. അപ്പം എനിക്കത് പണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഈ ഒഴുക്കൊക്കെ കുറഞ്ഞത്. സാറ് ഇങ്ങനെ ഒരു സാധനം ചെയ്തതിനെ കുറിച്ച് ആരെങ്കിലും വേറെ ആരെങ്കിലും ഇത് കാണുമോ? വന്നു ഇവിടെ താമസിക്കുന്ന പലരും കണ്ടിരുന്നു. അവർക്ക് കണ്ടപ്പോൾ അത് വളരെ താല്പര്യം. കാരണം ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ കാട് വെക്കാനായിട്ട് മറ്റേ കൺസൾട്ടൻസി കൊടുക്കുകയും അഡ്വൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പ്ലോട്ടിൽ
ഇത്രയും മരങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഒരു ഇതൊരു ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാർ ഇത് കാണാനായിട്ട് വന്നത്, ചെയ്തതും എന്താണ് സാറിനെ അതിന് പ്രേരിപ്പിച്ചതെന്നുള്ളൂ. അപ്പോൾ ഇതിലൊരു വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ നമ്മളിവിടുത്തെ ഈ വെള്ളവും എയറും ഈ ഇത്രയും വെള്ളം ഇവിടെ താഴാനായിട്ടുള്ള ഒരു സൗകര്യം സാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ സാറിന് മാത്രമല്ല ഈ അടുത്തുള്ള എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അത് ഞാനൊരു റീസണാണ്. ഞാൻ വെച്ചാൽ കിണറ്റിലെ വെള്ളം നമുക്ക് എപ്പോഴും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടണം. അപ്പം വാട്ടർ റീറ്റൻഷൻ ആയിരുന്നു ഒരു റീസൺ ഈ മിയാവക്കി ഞാൻ ചിന്തിക്കാൻ കാര്യം. ഞാൻ വീഡിയോയിൽ പലതും ക്ലൗഡ് ഫോറസ്റ്റ് അല്ലേ അത് കാണുമ്പോൾ അതിനെപ്പറ്റി സാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു റീസണാണ്, മനസ്സിലായോ? മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല വെള്ളം, നല്ല വായു, പിന്നെ വായു ശുദ്ധീകരിക്കും. ഡെഫിനറ്റ്ലി. ഇതിപ്പോൾ അത് മാത്രമല്ല, ഈ ഇവിടെ ഒരു ഗുണം ഞാൻ കണ്ടത് സാർ ഈ മരങ്ങളുടെയൊക്കെ കുറച്ച് ചില്ലയൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ മരങ്ങളെ ഇങ്ങനെ ഒരു വളരെ ഇമോഷണലായിട്ട് മരത്തിൻ്റെ ഒരു ഇല പോലും നുള്ളരുതെന്ന് പറയുന്ന ഒരു സംഘം ആളുകളുണ്ട്. അത് ശരിയല്ല. കാരണം വെച്ചാൽ നമുക്ക് കാർബൺ സീക്വസ്ട്രേഷൻ നടക്കണമെങ്കിൽ മരത്തിൻ്റെ ചില്ലകൾ മരം വളർന്നുകൊണ്ടിരിക്കുകയും നമ്മുടെ മുടി വളർന്ന് നമ്മൾ വെട്ടുന്നതെന്ന് പറഞ്ഞ അത് വെട്ടി വെളുപ്പിക്കാതിരുന്നാൽ മതി. എന്തായാലും സാർ ഇത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണിത്. ഇത് കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇത് വളരുമ്പോൾ ഞാനിടയ്ക്ക് വീണ്ടും കാണാൻ വരാം. സാറിപ്പോൾ ഇവിടെ ഇത്രയും ചെയ്തിട്ട് സാർ 6 മാസം താമസിക്കുന്നുണ്ട് ഇവിടെ? ഞാൻ അതായത് ഇങ്ങനെ ഇന്റർവെല്ലായിട്ട് വന്നും 2 മാസം അവിടെ 2 മാസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്രയും നമുക്ക് ഇവിടെ നിൽക്കാൻ നേരത്തെ പറ്റിയിട്ടില്ല. നമ്മൾ ബിസിനസ്സിൽ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഒരു റിട്ടയർമെന്റിലെത്തിയോണ്ട് ഇനി കൂടുതൽ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യില്ല, പിന്നെ ഇതുകൊണ്ട് കാര്യമില്ലല്ലോ. രാവിലെ ചായ കുടിക്കുമ്പോൾ നമ്മൾ റിസോർട്ടിൽ പോയിരുന്നൊരു പക്ഷിയെ കാണുന്നതും സ്വന്തം മുറ്റത്തൊരു പക്ഷിയെ കാണുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇതാണ് റെഗുലർ ബേസിസ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിന്ന് നല്ല ശബ്ദമായിരിക്കില്ല പക്ഷികളുടെ ശബ്ദവും ചിത്രശലഭങ്ങളും ഇപ്പം പഴയതിനെക്കാട്ടി വരാൻ തുടങ്ങി. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം അറിയാം. കാരണം ഇപ്പോൾ അപ്പുറത്തേതൊരു ഡിഗ്രേഡഡ് അബാൻഡഡ് ലാൻഡായിട്ട് ഒരു സാധനം കിടക്കുന്നു. അവിടെ ഒരുപാട് ഇൻവേസീവ് വള്ളി ഇതൊക്കെ കയറുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും നമ്മളിതുപോലെ യൂട്ടിലൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പോയതായിരുന്നു. എന്തായാലും സാർ അത് വളരെ സന്തോഷം പരിചയപ്പെടാൻ. താങ്ക് യു.